രാമ 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 രാമ. നമസ്കാരം. 2024 ഡിസംബർ മാസം 7-ാം തീയതി മുതൽ രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരുടെ സങ്കടങ്ങൾ ഒക്കെ അകന്ന് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ധനാഭിവൃദ്ധി നേടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരാം. ഡിസംബർ 2-ന് ശുക്രൻ മകരരാശിയിൽ പ്രവേശിച്ചു. ഡിസംബർ 7-ന് ചൊവ്വ കർക്കിടക രാശിയിൽ പ്രവേശിക്കും. 11-ന് ബുധൻ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും. ഡിസംബർ 16-ന് ബുധൻ നേരിട്ട് വൃശ്ചിക രാശിയിലേക്ക് നീങ്ങും. ഡിസംബർ 15-ന് സൂര്യൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നു. ഇത് സൗഭാഗ്യകാലമാണ്. ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് എത്തുന്നത്. ശുഭനക്ഷത്രമായ ശുക്രൻ്റെ ഈ ഒരു സാന്നിധ്യം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത് 4 രാശിക്കാരാണ്. ഒരുപാട് കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും. കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ കാലം തന്നെയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച ദുരിതങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രജാതകർക്ക് ധനപരമായി നേട്ടമുണ്ടാകാൻ പോകുകയാണ്. ഇവർ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുകയാണ്. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നാളെ ഞായറാഴ്ചയാണ്. അതിരാവിലെ ഗണപതി ഹോമമുണ്ട്. ഈ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഒപ്പം ഗണപതി ഹോമം എന്നുകൂടി എഴുതുക. ദുരിതങ്ങൾ നീങ്ങണം, സങ്കടങ്ങൾ അവസാനിക്കണം, ധനാഭിവൃദ്ധി വന്നു ചേരണം, നല്ല രീതിയിൽ ജീവിക്കണം. എല്ലാവരുടെയും ആഗ്രഹം ഇതുതന്നെയാണ്. എന്നാൽ ഈ അടുത്ത നാളുകളായി ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന നക്ഷത്രമാണ് ചിങ്ങൻ രാശിയിലെ മകവും പൂരവും ഉത്രവും. കഷ്ടപ്പാടുകൾ, എല്ലാ രീതിയിലും ദുരിതങ്ങൾ, തടസ്സങ്ങൾ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ വരികയുള്ളൂ എന്ന് തന്നെ അവർ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയേറെ തടസ്സമായിരുന്നു ഈ നക്ഷത്രജാതകർക്ക്. ഒരു രീതിയിലും ഒരു നേട്ടമുണ്ടാകുന്നില്ല, ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ധനപരവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അത്രയേറെ പ്രയാസം ഈ നക്ഷത്രജാതകർ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോവുകയാണ്. മകത്തിനും പൂരത്തിനും ഉത്രത്തിനും സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോവുകയാണ്. കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. അതിലൊന്നാണ് ലോട്ടറി ഭാഗ്യം വരെ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന്. ഇവരുടെ ആഗ്രഹം, അഭിലാഷം, വലിയൊരു അഭിലാഷമാണ് അവർക്കൊരു വീട് വയ്ക്കുക എന്നത്, നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുക എന്നത്, നല്ല വസ്ത്രം ധരിക്കുക എന്നത്, നല്ല ഭക്ഷണം കഴിക്കുക എന്നത്, നന്നായി വിശ്രമിക്കുക എന്നതൊക്കെ, ഇതൊക്കെ ഇവർക്ക് നേടാനുള്ള ഒരു വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. ശുക്രൻ്റെ ഈ രാശിമാറ്റം, ഡിസംബർ 2-ന് നടന്ന മകരരാശിയിലേക്ക് ശുക്രൻ്റെ ഈ പ്രവേശനം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിൽ അവരെ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും. അത്രയധികം ഭാഗ്യമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇനി സംഭവിക്കാൻ പോകുന്നത്. കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കും. നിങ്ങളിത് എഴുതി വെച്ചോ, എവിടെ വേണമെങ്കിലും എഴുതി വെച്ചോളൂ.
മകത്തിൻ്റെയും പൂരത്തിൻ്റെയും ഉത്രത്തിൻ്റെയും കഷ്ടപ്പാടുകൾ തീരുകയാണ്. സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർക്കെത്താൻ സാധിക്കുകയാണ്. ലോട്ടറി എടുക്കാൻ വലിയ മടി കാണിക്കുന്നവരാണ് ഇവരിൽ പലരും. മകവും പൂരവും ഉത്രവും. ചിലപ്പോൾ ഒരു ലോട്ടറി ആയിരിക്കാം ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് മകവും പൂരവും ഉത്രവും ഇനിയെത്തും. ഡിസംബർ 15 സൂര്യൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ഇവരുടെ സൗഭാഗ്യകാലം ആരംഭിക്കുകയായി. ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കുകയായി. ധാരാളം ധനം വന്നു ചേരുന്നു. വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു. ആശയും അഭിലാഷങ്ങളും സാധ്യമാകുന്നു. ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടാൻ ഇനി സാധ്യമാകും. സർവശക്തനായ ഈശ്വരൻ അതിനൊരു വഴി ഇവർക്ക് കാട്ടിത്തരും. ഇവരിൽ പലരും മകം പൂരം ഉത്രം ഇവരിൽ പലരും ശിവഭക്തരാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ കൂവളമാല, മഹാമൃത്യുഞ്ജയ ഹോമം, പിൻവിളക്ക് ഇത് നടത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ്. തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് സങ്കടങ്ങൾ തന്നെയായിരുന്നു. ഇനി തനിക്കൊന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ജീവിതത്തിൽ എത്രമാത്രം ഓടി പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മാറി, ഈ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ തുലാൻ രാശിയിലെ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും കഴിയുന്ന സമയമാണ്. ഒരു പുതിയ വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും. ആഭിചാരദോഷം, ശത്രുദോഷം ഇതൊക്കെ മാറിക്കിട്ടും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമെന്ന് ഇതിനെ പറയാം. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. ചിത്തിരയ്ക്കും ചോദിക്കും ഭാഗ്യമാണ്. ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ കാലമാണ്. ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഗുരു അല്ലെങ്കിൽ വ്യാഴം ബലവാനാണെങ്കിൽ എത്ര വലിയ വീഴ്ചയിൽ നിന്നും കരകയറുവാൻ നമുക്ക് സാധ്യമാകും. ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ സർവകാര്യ വിജയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് ചുരുക്കം. അടുത്തത് ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്ര ജാതകർ. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു. വലിയൊരു മുന്നേറ്റം ഇവർക്ക് വന്നു ചേരും. ധനപരമായി ഇവർ വളരെ വലിയ നേട്ടമുണ്ടാക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും. 11 ബുധൻ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരും ഇടവൻ രാശിക്കാർ. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം ഉയർച്ചയാണ് ഇടവൻ രാശിക്കാർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഡോക്ടറെ യഥാസമയം കാണണം. അസുഖങ്ങളെ അവഗണിക്കരുത്. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക. ധനപരമായുള്ള നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ ഇടവൻ രാശിക്കാർ മുന്നോട്ട് പോവുക. കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ഇവർ ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ്. ഒരു സമ്പൂർണ്ണ വിജയം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ സംഭവിച്ചതൊക്കെ മറന്നേക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ച് നേട്ടമാണ്, ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. അടുത്തത് നമുക്കറിയാനുള്ളത് മേടൻ രാശിക്കാരെക്കുറിച്ചാണ്. മേടൻ രാശിക്കാർക്ക് ഡിസംബർ 2 ശുക്രൻ മകരരാശിയിൽ പ്രവേശിച്ച അന്നു മുതൽ ഒരു നല്ല സമയം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ച് ആ ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ ഇനിയൊരു 10 ദിവസം കൂടി കഴിയണം. ഈ ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു നിറയും. ഡിസംബർ 16 മുതൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് സംഭവിക്കും. ഡിസംബർ 15 സൂര്യൻ ധനുരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇവരുടെ ഭാഗ്യം അവിടെ തുടങ്ങും.
മേടൻ രാശിക്കാരുടെ. ഇത് കുറച്ച് നാളുകൾ നിലനിൽക്കും. ഏകദേശം ഒരു 100 ദിവസത്തോളം ഈ ഒരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയത്ത് ഇവർ ഭാഗ്യക്കുറിയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കിട്ടാനുള്ള ധനമൊക്കെ കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ്. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. ജീവിതത്തിൽ എത്രമാത്രം ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ആ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് വിജയങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത്. വളരെ അനുകൂലമായ സമയമാണ്. കഴിവതും വാക്കുകൾ പാലിക്കുക. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ഉള്ള യോഗം വന്നു ചേരുന്നു. എത്ര കടമുണ്ടെങ്കിലും അത് പറഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് സാധ്യമാകും. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ സാധ്യമാകും. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കണം. ദേഷ്യമൊക്കെ കുറയ്ക്കുക. എടുത്തുചാട്ടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് നേട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് നിങ്ങൾ. കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലൊക്കെ നല്ല രീതിയിൽ നല്ല അഭിവൃദ്ധിയായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കൂ. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. സ്വന്തമായൊരു വീടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിക്കും. വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് നല്ല രീതിയിൽ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും. നല്ല ഡെവലപ്പ് ഉണ്ടാകും. ജീവിതത്തിന് ഉയർച്ചയുണ്ടാകും. നല്ല ജോലി കിട്ടും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കും കൂടി നേട്ടമാണ്. ഒരു മാറ്റത്തിൻ്റെ ഒരു വലിയ മഹാമാറ്റത്തിൻ്റെ സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തണം. നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെയാണ്, വലിയ ദുരിത ദുഃഖത്തിലൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ഒരു ദിവസം അവിടെ തങ്ങുക. അതിരാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുക. എത്തിയതിന് ശേഷം അവിടുത്തെ പ്രഭാത പൂജകളൊക്കെ കാണുക. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുക. സന്ധ്യാസമയത്ത് ദീപാരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം മടങ്ങി വരിക. ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും അതൊന്ന് ശ്രദ്ധിക്കണം. അത് ചിങ്ങൻ രാശിക്കാരാണെങ്കിലും തുലാൻ രാശിക്കാരാണെങ്കിലും ഇടവൻ രാശിക്കാരാണെങ്കിലും മേടൻ രാശിക്കാരാണെങ്കിലും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ആയിരിക്കും നിങ്ങളെത്തുന്നത്. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങാൻ പോവുകയാണ്. എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ഈ ഡിസംബറിൽ പുതുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം ഈ നക്ഷത്ര ജാതകരെ രാജയോഗത്തിൽ കൊണ്ടെത്തിക്കും. ഉറപ്പായും ഇവർ രക്ഷപ്പെട്ടിരിക്കും. അതിനൊരു സംശയവും വേണ്ട. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, കാനഡയിലായിക്കൊള്ളട്ടെ, അമേരിക്കയിലായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ദുബായിലോ കുവൈറ്റിലോ ഏത് സ്ഥലത്തുമായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ഭാഗ്യം, ഒരു നല്ല ഒരു ഉയർച്ച നിങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടാൻ സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യുക. ദാനധർമ്മങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക. നിങ്ങളാൽ കഴിയുന്ന തുക ദാനധർമ്മത്തിനായി നീക്കിവെക്കുക. അത് ജീവിതം മാറ്റിമറിക്കും. വലിയ രീതിയിൽ വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് അർപ്പിച്ച് പൂജ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അത് മാറ്റമാണ്, വലിയൊരു മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. പേരും ജന്മനക്ഷത്രവും ഒന്നെഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.